ഒരു വലിയൊരു പ്രതിഭയാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അത് എവിടെ തുടങ്ങണമെന്ന് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല. മലയാളത്തിൽ ഇപ്പോൾ അത്യാവശ്യം എല്ലാ നടന്മാർക്കും ഒരു സമയത്ത് ഡബ് ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതമാണ് അല്ലേ? അതെ. ഇപ്പം എന്താ ഇങ്ങനെയുള്ള ആക്റ്റീവായിട്ട് ഇപ്പം ഡബിങ് കാര്യങ്ങളൊക്കെ ചെയ്യാത്ത എന്താ? അതല്ല, എനിക്ക് വയസ്സ് 84 വയസ്സായി. പിന്നെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഡബ് ചെയ്തതാണ്. ആയിരക്കണക്കിന് ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ആർക്കും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല പ്രഗത്ഭരായ നടന്മാർക്ക് വരെ ശബ്ദം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒരു റിട്ടയർ ലൈഫിലേക്ക് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ പഴയ ഒരു ആരോഗ്യസ്ഥിതിയും ആ ഒരു ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിർത്താനുള്ള കാരണം. സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ ഒരേ ശബ്ദം അല്ലെങ്കിൽ ഒരു ശബ്ദം മാത്രം കേൾക്കും. പല പല ശബ്ദങ്ങളിലൂടെയാണ് സാറിൻ്റെ ഒരു ശബ്ദവിന്യാസം അല്ലേ? അങ്ങനെ മഹാ കഴിവിട്ടിട്ടുണ്ട്. അത് ദൈവം തന്ന ഒരു കഴിവാണെന്ന് എനിക്ക് പറയാനൊക്കെ ഉള്ളൂ. ഞാൻ ഈ പരകായ പ്രവേശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ കാണുമ്പോൾ അതെങ്ങനെ ചെയ്താൽ എന്താവും എന്നെൻ്റെ മനസ്സിനകത്ത് തോന്നും. അപ്പോൾ അത് ആദ്യം ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ശരിയായെന്ന് വരില്ല. ഗ്രാജുവലായിട്ട് ഞാൻ ആ ക്യാരക്ടറിലേക്ക് കടക്കും. അതെൻ്റെ ഒരു ഇതാണ്, എനിക്ക് ദൈവം തന്ന ഒരു സിദ്ധിയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പൈശാലിയിലെ ശ്രീരാമൻ, അത് ഒരു ഗംഭീരമായ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതേ ക്യാരക്ടർ ചെയ്തിട്ട് ഞാൻ കഥാനായകൻ എന്നൊരു സിനിമയിൽ കലാമണ്ഡലം കേശവന് ഞാൻ ഡബ് ചെയ്യുണ്ടായി. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാത്വികനും ഒരു ടൈപ്പാണ്. ആ രാജസേൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഈ ക്യാരക്ടറും ചെയ്യണം. ഞാൻ പലരെയും ട്രൈ ചെയ്തു, നടന്നില്ല. അത് ചേട്ടാ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും, ചേട്ടൻ്റെ കയ്യിൽ അത് ഭദ്രമായിരിക്കും എനിക്ക് തോന്നുന്നു ചെയ്യാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, രാവിലെ ചെയ്യാം. രാവിലെയാണ് എല്ലാവരുടെയും ശബ്ദം ശരിയായിരിക്കുന്നത്. ആ സമയത്ത് ഞാൻ വന്ന് ചെയ്യാം, അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ വരാമെന്നത്. അങ്ങനെ 7 മണി തൊട്ട് 9 മണി വരെയാണ് ഡബ് ചെയ്യുന്നത്. കലാമണ്ഡലം കേശവൻ അതിലെ നെടുനീള കഥാപാത്രമാണ്. അപ്പോൾ അത് വള്ളുവനാട് ശൈലിയിൽ വേണം ചെയ്യാൻ. അതിനും അങ്ങനെ ചെയ്തിട്ടില്ല സാർ? ഇല്ല, മുമ്പ് ചെയ്തിട്ടില്ല. ഒരു പരീക്ഷണം നടത്തി നോക്കാന്ന് പറഞ്ഞ് ചെയ്തതാണ് ആ പടം. അത് വളരെ നന്നായിട്ട് വരികയുണ്ടായി. അതെങ്ങനെയാണ് സ്ലാങ് എന്ന് പറഞ്ഞു സാർ ഒന്ന് കേൾക്കാൻ വേണ്ടി? ഉണ്ണിക്ക് എന്താന്ന് വെച്ചാൽ മോം ചെയ്തു തരും, വിഷമിക്കണ്ട. ഉണ്ണിയെ നമുക്കറിയാം, ഉണ്ണിയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഉണ്ണിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ, നാം തരാൻ തയ്യാറാ. ലിപ്പും പിടിക്കണം, ഈ സ്ലാങ്ങും പിടിക്കണം. അതങ്ങനെ വളരെ സ്ട്രെയിൻ ചെയ്യേണ്ട സാധനമാണ്. എൻ്റെ ഈ ബേസൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതെ. അപ്പോൾ അത് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ രാജസേന വന്ന് എന്നെ ഷേക്കൻഡ് ചെയ്തിട്ട് വളരെ അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനകത്ത് പല വൈകാരിക രംഗങ്ങളുണ്ട്, ഒരുപാട് രംഗങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ ഒരു അപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ മാത്രമല്ല, കലാഭവൻ മണി ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഷാർജ ജയറാമിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കലാഭവൻ മണി വന്നു. അപ്പോൾ ഞാൻ കലാഭവൻ മണിയെ കണ്ടിട്ടില്ല. മണി കയറിയപ്പോൾ മണി വന്നപ്പോൾ ഞാൻ മാറി. കാരണം പുള്ളി ഹീറോ വോയിസ് ഒക്കെ പറയുന്ന ഒരു നല്ല പ്രസിദ്ധനായിരിക്കുന്നൊരു കാലഘട്ടം. ഡബിങ് സ്റ്റുഡിയോ വെച്ച് മദ്രാസിൽ. അപ്പം ഞാൻ മാറി ഒരു കസേരയിൽ പോയിരുന്നു. ഞാൻ പണ്ടേ ഉള്ളതാണ്, ഞാൻ ഈ ഇടിച്ച് കയറുന്ന ഒരു പ്രവണത പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. ഞാൻ ആരാണെന്ന് അറിയാവുന്നവർ എനിക്ക് തരാറുണ്ട്, അത് ഞാൻ ഭംഗിയാക്കാറുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ മണി ചോദിച്ചു, ആ ഇരിക്കുന്ന ആളാരാന്ന് ചോദിച്ചു. അപ്പോൾ അറിയില്ലേ, ഹരിച്ചേട്ടനാണ്. എന്നോട് ഡയറക്ടർ പറഞ്ഞു, ഹരിച്ചേട്ടനാ, എനിക്കൊന്ന് സംസാരിക്കണം. അങ്ങനെ പുള്ളി വന്നു എന്നെ കൈ തന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ എന്നാ ചോദിച്ചു. അസലായിട്ടുണ്ട് കേട്ടോ, കഥാനായകനിൽ കലാമണ്ഡലം കേശവനെ ഡബ്ബിയിരിക്കുന്നു, ഭയങ്കരമായിരിക്കണം, സമ്മതിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അതൊക്കെ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ ഇന്ന് പ്രഗത്ഭരായിട്ടുള്ള കലാഭവൻ മണിയപ്പോഴുള്ള ആൾക്കാർ എന്നെ പ്രശംസിക്കുകയും അങ്ങനെ ഒരു ഇത് അഭിനന്ദിക്കുകയൊക്കെ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അവാർഡിന് തുല്യമായിട്ട് ഞാൻ കരുതി. അല്ല, ഇത്രയും പടം ഫുൾ അദ്ദേഹം ഉണ്ട്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത ഒരു പടമാണ്. എത്ര ദിവസം ചെയ്തതാണ് അതിന്റെ? അത് ഏകദേശം ഒരു 10-15 ദിവസത്തോളം എടുത്തിട്ടാണ്. രാവിലെ മാത്രം. ചില ഡയലോഗുകൾ ആദ്യം പറഞ്ഞപ്പോൾ അത് ശരിയാകാതെ കൊണ്ട് ഞാൻ വീണ്ടും റീഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ പറയും, എനിക്ക് കേൾക്കുമ്പോൾ അറിയാം, അല്ല ഡയറക്ടർ സാറേ ആദ്യം ചെയ്തത് ഇപ്പം ചെയ്തതായിട്ട് വ്യത്യാസമുണ്ട്, ആ ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, അത് ഒന്നുകൂടെ ചെയ്യാമോ.
അല്ലാതെ കുഴപ്പമില്ല ചേട്ടാ. ഇല്ലല്ല, എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. അത് ഞാൻ ചെയ്യാറുണ്ട്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഡബ്ബിങ്ങിന് പോകാറുമില്ല. എനിക്കൊരു പൂർണ്ണ തൃപ്തി വരും. അതെനിക്കറിയാം. ഒരു കലാകാരൻ, ഞാനൊരു ബേസിക്കലി ഒരു ആർട്ടിസ്റ്റും കൂടെ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ആ തൃപ്തി ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ. ചിലർ വന്നാൽ മതി, അത് മതി എന്ന് പറയും. അപ്പോൾ ഞാൻ പോരാ, വീണ്ടും എടുക്കണം, അതെന്തിനാന്ന് ചോദിക്കും. അത് എനിക്ക് ആ ഒരു ക്യാരക്ടർ കുറച്ചുകൂടെ ഭംഗിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഒരുപാട് പടങ്ങൾ കിട്ടാനുള്ള കാരണം കൂടെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും ആ ഒരു കഥാപാത്രം ഈ കേശവൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വല്ല അപ്രതീക്ഷമല്ലോ ഉണ്ടായിരുന്നോ കലാമണ്ഡലത്തിന്റെ? ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു നന്നായിരിക്കുന്നു ഭേഷായി, ഞാൻ ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യത്തെ കൺമണി എന്നൊരു സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? പിന്നെ എത്ര പ്രാവശ്യം കണ്ടോടോ? ആ പടത്തിൽ സത്താറിന് ഡബ് ചെയ്തു ഞാൻ. ഓക്കെ. അപ്പോൾ സത്താറ് വന്നില്ല. അപ്പോൾ രാജസേൻ സത്താറിനൊന്ന് ഡബ് ചെയ്യണമെന്ന് ട്രാക്ക് പോലെ പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ ട്രാക്കല്ല, ഞാൻ പറഞ്ഞു ഒറിജിനലായിട്ട് അങ്ങ് പറഞ്ഞു. സത്താറ് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ ചെയ്ത് സത്താറ് വന്നു. അപ്പോൾ ഞാനുണ്ട് സ്റ്റുഡിയോയിൽ, 71 തിയേറ്ററാണെന്ന് എൻ്റെ ഒരു ഓർമ്മ മെഡ്രാസിൽ. ഒന്ന് ഇട്ട് കേൾക്കട്ടെ എന്ന് കേട്ടു. അയ്യോ ഇത് മതി, എൻ്റെ പൊന്ന് സാറേ, ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെയ്താൽ ചിലപ്പോൾ ഇത്രയും ശരിയാവില്ല. അല്ല, ചിലർക്ക് കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം സാറ് അവരോട് ചോദിച്ചു പോലും ഇല്ല. അപ്പോൾ എന്നോട് ഡയറക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു വേണ്ട 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 വേണ്ട, ഇത് മതി, ഞാൻ ചെയ്താൽ ഇത്രയും ശരിയാവില്ല. ചേട്ടാ സത്താറ് മരിക്കുന്നത് വരെ പല പിന്നെ ഞങ്ങൾ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ വെച്ചാണ് പലപ്പോഴും എല്ലാവരെയും കാണാറുള്ളൂ. അപ്പോൾ സത്താർ എന്നെ ഒന്ന് പറഞ്ഞു, ചേട്ടാ ഇപ്പോഴും എനിക്ക് മറക്കാനൊക്കില്ല ചേട്ടാ, അത് ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അത് എപ്പോഴും കാണുമ്പോഴേ എന്നെ ഇങ്ങനെ അങ്ങനെ ഈ ഒരു പടം ഞാൻ ചെയ്യുന്നു. ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സംഗതി. അന്ന് ഇല്ലാത്തതുകൊണ്ട് എന്തോ റീ റെക്കോർഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവം. പുള്ളി മനസ്സറിഞ്ഞ അഭിനന്ദനം എനിക്ക് രേഖപ്പെടുത്തി. ഒരിക്കലും എനിക്കത് മറക്കാനൊക്കില്ല. ആ പടത്തിൽ തന്നെ ഞാൻ MS റിപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഞാൻ ചെയ്തു. എനിക്കറിയാം ഈ MS റിപ്പോർട്ട് ഇത്ര സംസാരിക്കുന്നത് എങ്ങനെയാണ്. അതൊരു ഊള് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതാണ്, എന്താ ഇഷ്ടമായില്ലേ, ഇങ്ങനെ സാധനം. അത് സ്ട്രെയിനാണ് സംഭവം. മിമിക്രി അല്ല അത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പണ്ട് ഈ ഒബ്സർവേഷനുള്ള ആളാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ വാച്ച് ചെയ്യും, അതെങ്ങനെയാണ് അയാളുടെ ശബ്ദം, അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതെനിക്ക് വളരെയധികം ഉപകാരപ്പെടാം. ആക്ച്വലി മിമിക്രിന്ന് ഞാൻ പറയില്ല. അപ്പോൾ ആ ക്യാരക്ടറെ സ്റ്റഡി ചെയ്തുകൊണ്ടാണ് എനിക്ക് പറയാൻ സാധിച്ചത്. അപ്പോൾ എന്തോ അങ്ങനെ ചുറ്റുപാട് 2-3 സീനേ ഉള്ളത്. 2-3 സീനിലെ ഇദ്ദേഹമുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തണ്ട, ചേട്ടാ ഒന്ന് മാറ്റി പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്താൽ പറഞ്ഞു ഈ മതി, ഇത് വേണ്ട. അങ്ങനെ ഞാൻ തിലകനും 3-4 പടം ചെയ്യേണ്ടി വന്നു. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ചിലർക്ക് അത് കോംപ്ലക്സ് ഉണ്ടാവും. കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഒരിക്കൽ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ചെയ്തു. ഞാൻ 3 പടം ചെയ്തു. ഗൃഹപ്രവേശം, സിംഹധ്വനി, പിന്നെ ഷവലിയർ മിഖായൽ. അത് അദ്ദേഹത്തിന് ഇതിനു വേണ്ടിയല്ല, അദ്ദേഹം ഹാർട്ട് അറ്റാക്കായിട്ട് ഓപ്പറേഷനായിട്ട് കിടന്നു. ഈ പടങ്ങൾ റിലീസ് ചെയ്യണം. പണ്ട് ഇപ്പോഴത്തെ പോലെയല്ല. ഈ തിയേറ്ററിൽ നേരത്തെ റിലീസ് ചെയ്യുമ്പോൾ അവരുടെ ഇത് കാശ് മുൻകൂറായി വാങ്ങിക്കൊണ്ടാണ് ഈ തിയേറ്ററിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അവിടെ നിന്നൊക്കെ കാശ് വാങ്ങിച്ചിട്ടാണ് റീ റെക്കോർഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് മുൻകൂറായി. ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പം ആ ഡേറ്റിന് തന്നെ റിലീസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ആ ഡേറ്റിന് അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ആ പടം ഇറങ്ങണം. അപ്പോൾ എന്തെങ്കിലും അതിനൊരു കോംപ്രമൈസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വന്നതാണ് ഞാൻ ഈ പടം ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പൈസയെ കൊടുത്തിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ ചെയ്യാം. പലരും ചോദിച്ച പോലെ ചെയ്യില്ല എന്നുള്ളത്. അപ്പം ഞാൻ ചെയ്യാം, വല്ല കേസോറ്റ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കിക്കോണം, ഞാൻ ഭംഗിയായിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. കാരണം അത് ചെയ്യാനുള്ള കാരണം, ഞാൻ പണ്ട് നാടകത്തിലുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു നാടകത്തിലും. അതായത് ഗീതയിൽ ചങ്ങനാശ്ശേരി. അപ്പോൾ അതെനിക്കറിയാം, ഇദ്ദേഹം എങ്ങനെ പ്രസൻറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ജീവിതത്തിലുള്ള അദ്ദേഹത്തെ നേരിട്ട് ഞങ്ങൾ ഒരുമിച്ച് വലിയ റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനത് ചെയ്തു, മനസ്സിലോട്ട് കയറ്റി എനിക്ക് അതങ്ങ് ചെയ്തു. ഗംഭീരമായിട്ട് സംഭവം വന്നു, ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒരിക്കൽ വഴി പറയണോ, തൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം കേട്ടോ, തന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഓർമ്മയിരിക്കട്ടെ, എന്താ പറഞ്ഞത് ശരിയായില്ലേ,
ടൈപ്പാണ് അദ്ദേഹത്തിന്. ഒരു ബ്രീത്തും ഒരു വൈബ്രേഷനും കൊടുക്കുന്നു. അതിന് പ്രത്യേക സമയം വല്ലതും വേണം തിലകൻ്റെ ഒക്കെ പിടിക്കാൻ വേണ്ടി? കുറച്ച് സമയം എടുക്കും എന്തായാലും. അത് ആ ഒരു സ്ലാങ്ങിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ ഒരു തമാശയായിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ദേവയാനിക്ക് കൂടെ ഡബ് ചെയ്യാൻ പറ്റുന്നില്ലേ ഒരു സ്ത്രീ ശബ്ദത്തിൽ എന്ന് ചോദിച്ചു. ഞാൻ പറയും സാറേ ഒരു കാര്യം ഞങ്ങൾ ആശാന്മാർ എന്നെ ആശാന്ന് വിളിക്കും, ഞാൻ തിരിച്ചും ആശാൻ എന്നാണ് വിളിക്കുന്നത്. അതാണ് കാര്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഞാൻ വലിഞ്ഞു കയറി അത് ചെയ്തതല്ല. ഈ മേല ചെയ്യുകയില്ല, മനസ്സിലായില്ല. സുഖമില്ലാതെ കിടന്നുകൊണ്ടാണ് എനിക്ക് ആ പടം റിലീസ് ചെയ്യേണ്ടി വന്നതുകൊണ്ടും ഡയറക്ടറും എല്ലാവർക്കും ഉപകാരമാണ്. അതെനിക്ക് ചെയ്യാൻ പറ്റി. അതിനകത്ത് വേറെ എന്നെ പ്രശംസിക്കുക ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇതായിട്ട് കാണരുത്. ഏതൊക്കെ അപ്പം പുള്ളിക്ക് ഒരു കോംപ്ലക്സ് ഉള്ളത് എൻ്റെ ശബ്ദം വേറൊരാൾ അനുകരിച്ചോ എന്നുള്ളതിൻ്റെ ഒരു ഉണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്ക് മനസ്സിലായത്. മനസ്സിലായത്. അത് ഈ ഓരോരുത്തർക്കും ഓരോന്നാണ് നമുക്ക് തോന്നുന്നത്. ഒരിക്കലും ഞാനങ്ങനെ കാണാറില്ല. എല്ലാവരെയും നമ്മൾ അങ്ങനെയൊന്നും കാണാറുള്ളൂ. ഞാൻ വിളിച്ച് പറയാറുമില്ല ഇന്ന ആൾക്കാർക്ക് ചെയ്തു.